ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഇറഗുലർ പാസ്റ്റ് വേർബ്സ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഇറഗുലർ വേർബ്സ് എങ്ങനെ എപ്പോൾ യൂസ് ചെയ്യുമെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈറ്റ് എന്ന് പറയുന്ന ഒരു വെർബ് ആൻസറിൽ വരുമ്പം എങ്ങനെ വരും? എയ്റ്റ് എന്ന് വരും. പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പോൾ കഴിഞ്ഞ രീതിയിൽ വേണം സംസാരിക്കാൻ, എഴുതാൻ ആൻസറിൽ. ഈറ്റ് എന്നുള്ള എയ്റ്റ് എന്നാവും, ഡ്രിങ്ക് എന്നുള്ള ഡ്രാങ്ക് എന്നാവും, സ്ലീപ്പ് എന്നുള്ളത് സ്ലെപ്റ്റ് എന്നാവും, ഗോ എന്നുള്ളത് വെൻ്റ് ആവും, സി എന്നുള്ളത് സോ ആവും, SAW, ബൈ എന്നുള്ളത് ബോട്ടാവും, സെൻഡ് ഡി എന്നുള്ളത് ടി ആവും, സെൻഡ്, വേക്കപ്പ് എന്നുള്ളത് വോക്കപ്പ് ആവും, മീറ്റ് എന്നുള്ളത് മെറ്റാവും, സ്പീക്ക് എന്നുള്ളത് സ്പോക്ക് ആവും. ഓക്കെ, ഇതൊക്കെയാണ് ചേഞ്ചസ് വരേണ്ടത് ആൻസറിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. താഴെയുള്ള ഓപ്ഷൻ നോക്കി കറക്റ്റ് സെൻറ്റൻസ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ വായിക്കാം. ഷീ വെൻറ്റ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. ഓപ്ഷൻ ബി, ഷീ ഗോഡ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ടേം ഉണ്ടോ? ഗോഡ്, GOED, അങ്ങനെ ഒരു ടേം ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ഷീ വെൻറ്റ് ടു ദ ലൈബ്രറി യെസ്റ്റർഡേ. ഇറഗുലർ വെർബ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറഗുലർ വെർബ് ശരിയായി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ, ഹി ബൈഡ് എ ന്യൂ ലാപ്ടോപ്പ്. സെക്കൻഡ് ഓപ്ഷൻ, ഹി ബോട്ട് എ ന്യൂ ലാപ്ടോപ്പ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. ഹി ബോട്ട് എ ന്യൂ ലാപ്ടോപ്പ്, BOUGHT, ബോട്ട്. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ, ദേ ഡ്രാങ്ക് ജ്യൂസ് ദിസ് മോർണിംഗ്. ദേ ഡ്രിങ്ക്ഡ് ജ്യൂസ് ദിസ് മോർണിംഗ്. ദേ ഡ്രാങ്ക് എന്ന് പറയാം. ഡ്രിങ്ക് എന്നുള്ളത് ഡ്രാങ്ക് എന്ന് വരും, DRANK, ഡ്രാങ്ക്. ശരിയായ സെൻറ്റൻസ് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, ഷീ സീഡ് ദ റെയിൻബോ യെസ്റ്റർഡേ. ഓപ്ഷൻ ബി, ഷീ സോ ദ റെയിൻബോ യെസ്റ്റർഡേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഷീ സോ ദ റെയിൻബോ യെസ്റ്റർഡേ, SAW. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ലേറ്റിംഗ് ടു ഇംഗ്ലീഷ്. മലയാളം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, മലയാളമായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. ആൻസർ നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതണം. ഓക്കെ, അത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലേ, പാസ്റ്റ് കഴിഞ്ഞ രീതിയിൽ വേണം സംസാരിക്കാൻ. പാസ്റ്റ് എന്നുള്ളതിൽ, പാസ്റ്റ് ടെൻസ് എന്നുള്ളതിൽ. നമ്മൾ ഇന്ന് ഡിന്നർ കഴിച്ചു. വി എയ്റ്റ് ഡിന്നർ ടുഡേ. വി എയ്റ്റ് ഡിന്നർ ടുഡേ. അവൻ ഇന്നലെ ഓഫീസിൽ പോയി. ഹി വെൻറ്റ് ടു ദ ഓഫീസ് യെസ്റ്റർഡേ. വെൻറ്റ് ആണ് അവിടുത്തെ ചേഞ്ചസ് വരുന്നത്. അവർ ടീ കുടിച്ചു. ദേ ഡ്രാങ്ക് ടീ, DRANK. അവൾ മലകൾ കണ്ടു. ഷീ സോ ദ മൗണ്ടൻസ്, SAW. നിങ്ങൾ ഒരു നോട്ട്ബുക്ക് വാങ്ങി. യു ബോട്ട് എ നോട്ട്ബുക്ക്. യു ബോട്ട് എ നോട്ട്ബുക്ക്. അവൻ ഇന്നലെ രാത്രി ഉറങ്ങി. ഹി സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി എന്നുള്ളതിനാണ് സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി. അവൾ ഇന്ന് രാവിലെ 5 മണിക്ക് ഉണർന്നു. ഷീ വോക്കപ്പ് അറ്റ് 5 AM ടുഡേ. ഞങ്ങൾ ഇന്നലെ നമ്മുടെ നെയ്ബേഴ്സിനെ കണ്ടു. വി സോ അവർ നെയ്ബേഴ്സ് യെസ്റ്റർഡേ. അവൻ ഇന്ന് രാവിലെ ഇൻവിറ്റേഷൻ അയച്ചു. ഹി സെൻഡ് ദ ഇൻവിറ്റേഷൻ ടുഡേ മോർണിംഗ്. അവർ ഒരുമിച്ച് ജ്യൂസ് കുടിച്ചു. ദേ ഡ്രാങ്ക് ജ്യൂസ് ടുഗദർ. ഞങ്ങൾ ഞങ്ങളുടെ കോച്ചിനോട് സംസാരിച്ചു. വി സ്പോക്ക് ടു അവർ കോച്ച്. അവൾ റീസെൻ്റ്ലി ഒരു പുതിയ ഡ്രസ്സ് വാങ്ങി. ഷീ ബോട്ട് എ ന്യൂ ഡ്രസ് റീസെൻ്റ്ലി. അവർ രാത്രി 7 മണിക്ക് ഡിന്നർ കഴിച്ചു. ദേ 8 ഡിന്നർ അറ്റ് 7 PM. ഓക്കെ, 8. അവൻ ലൈബ്രറിയിലേക്ക് പോയി. ഹി വെൻറ്റ് ടു ദ ലൈബ്രറി. ഞങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങി. വി സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. അവൾ ഇന്നലെ അവളുടെ ക്ലാസ്മേറ്റിനെ കണ്ടു. ഷീ മെറ്റ് ഹർ ക്ലാസ്മേറ്റ് യെസ്റ്റർഡേ. അല്ലെങ്കിൽ ഷീ സോ എ ക്ലാസ്മേറ്റ് യെസ്റ്റർഡേ. കൂടുതൽ മെറ്റാണ് നന്നാവുക, ചേരുക സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ.
കണ്ടു എന്നൊക്കെ പറയുമ്പോൾ മെറ്റ് എന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. സോ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് ഇറഗുലർ പാസ്റ്റ് വേർബ്സ്. ഈ ക്ലാസ് ഞാൻ ഇതിൻ്റെ മുന്നേ എടുത്തിട്ടുണ്ട്. വേറൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരുന്നു ചെയ്തത്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഓക്കെ, ആ ക്ലാസ്സും പോയി കാണണം നിങ്ങൾ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.